വളരെ വളരെ രസകരമായിട്ട് തോന്നുന്ന കാര്യമാണ് മതം വിട്ട വ്യക്തികൾ പിന്നെ മതത്തിൻ്റെ പിന്നാലെ കൂടുന്നത്. കാരണം അവർക്ക് മതം വേണ്ടല്ലോ, മതം വിട്ടു. അവർ വിടലോടുകൂടെ അവർ മതമായിട്ടുള്ള ബന്ധം തീർന്നു. എന്നാൽ പിന്നെയും അവരായിരുന്ന മതത്തിൻ്റെ ന്യൂനതകളും അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളെ ന്യൂനതകളും പറഞ്ഞിങ്ങനെ പ്രചരിപ്പിക്കുന്നതിന് പകരം അവർക്ക് അവരുടെ യുക്തിവാദം അതല്ലെങ്കിൽ അവർ ഏതൊന്നിലാണുള്ള ആ വാദം ഇവിടെ പ്രചരിപ്പിച്ച് അതിലേക്ക് 4 ആൾക്കാരെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയത്. അല്ലാതെ അങ്ങനെയാണ് മറ്റവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ മുമ്പെന്താണ് നിന്നിരുന്ന മതത്തിനെയും അതിൻ്റെ അനുയായികളെയും നിസാരമാക്കുന്നത്. ഇതുകൊണ്ട് ഇവർക്ക് എന്ത് നേട്ടം കിട്ടാനുള്ള ഒരു നേട്ടമില്ല, വെറുപ്പ് സമ്പാദിക്കല്ലാതെ. മതം വിട്ട ആളുകളാണെങ്കിലും അവർ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒറ്റപ്പെടുന്നതിൽ ഒന്നുകൂടി വെറുപ്പ് സമ്പാദിച്ച് ജനങ്ങളടിയിൽ ഒരു മാന്യതയില്ലാത്ത ഒരവസ്ഥ. എന്നാൽ പഴയ കാലത്തെ യുക്തിവാദികൾ അങ്ങനെയല്ലായിരുന്നു. അവർ ഇതരരോടുള്ള ബഹുമാനവും അവരെ അവർക്കുള്ള ബഹുമതി വകവെച്ച് കൊടുത്തുകൊണ്ടായിരുന്നു അവരെ പ്രവർത്തനം. ഇപ്പം എന്നാൽ അങ്ങനെയല്ല കാണുന്നത്. ഇപ്പോൾ ജാമിത എന്നതുപോലെ ഇപ്പോൾ കണ്ണനെ വരച്ചുകാണ്ട് പരണ്ടാക്കിയ ആ സ്ത്രീയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇപ്പോൾ ഇവിടെ എന്താണ് മതത്തിനോടുള്ള ധിക്കാരം എന്നുള്ള നിലക്കാണ് ഞാൻ തലി തട്ടടാതെയാണ് വരുന്നത്. എനിക്ക് ഈ മതത്തിൻ്റെ ഈ ഇസ്ലാമിലുള്ള കുട്ടി എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇനി പറയേണ്ടതെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള കുട്ടിയായാലും തള്ളയായാലും ആരായാലും ആ വാക്കുകൊണ്ട് അവർ നന്നാണില്ല. അപ്പോൾ അവിടെ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കുന്ന ആൾക്കാർ തന്നെ അവരെ പറ്റിയുള്ള പേടിയില്ല. എന്താണ് ഒരു മോശത്തരം ചെയ്തിട്ടില്ലെങ്കിലും അവർ ഭയപ്പെട്ട് ജീവിക്കണം. എന്തിനാണ്? ഇവിടെ അവസാനം നന്നായി മരിക്കണം എന്നുള്ള നിലക്ക്. ഒരാളെയും സ്വർഗത്തിലാക്കാനോ ഒരാളെ നരകത്തിലാക്കാനോ അവിടെ അർഹതല്ല. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ചില 10 അസ്റത്തുൽ മുബശ്ശിരീങ്ങളല്ലാത്തവരൊക്കെ ഇവിടെ സ്വർഗത്തിലോ നരകത്തിലോ തീരുമാനിക്കേണ്ടത് നമ്മളല്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഒരു കാര്യങ്ങളാണ്. എന്നാൽ ഇവർ മതത്തിൽ നിന്ന് വിട്ടുപോയിട്ട് ഇവരെ കാര്യലാഭത്തിന് വേണ്ടിയിട്ട് മതത്തിനെ ദുരുപയോഗപ്പെടുത്തുക ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ ഇനിയും നാറിയമേൽ നാറും. അതല്ലാത്തവർ പിന്നെന്തിനാണ് ഇവിടെ മതവിശ്വാസികളുടെ ദൈവങ്ങളൊക്കെ വരച്ചു കൊടുക്കുന്നതിൽ ഒരു കാര്യമില്ലെന്ന് മതവിശ്വാസികൾക്ക് അറിയാം. മതം വിട്ടു എന്ന് പറഞ്ഞാൽ വേറെ മതത്തിൽ ചേർന്നാണെങ്കിലും എന്താണ് അവരെ വീട്ടിൽ പുതിയ വീടുണ്ടാക്കുമ്പോൾ അവരെ വീട്ടിൽ അവരെ മതത്തിൻ്റെ ചിഹ്നം വെക്കാത്ത എന്തുകൊണ്ടാണ്? മതം വിട്ടതോടുകൂടി അവർ യുക്തിവാദത്തിലേക്ക് പോയ പിന്നെന്താണ് ഒരു ദൈവത്തിലും വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണെന്നാണ് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് ഗുരുവായൂരും മറ്റുള്ള സ്ഥലത്തുമൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, തട്ടമിട്ട് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഇസ്ലാമിൻ്റെ ആളുകളെ പഴിച്ചാറുന്നവർ ശ്രദ്ധിക്കണം. ഇവരൊന്നും മുസ്ലിമല്ല, ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമല്ല. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാലോ അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പോയാലോ ഇസ്ലാമിനൊരു തകർച്ചയില്ല. അതിലാരും